SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല രാവിലെ തന്നെ ചൂല് കൊണ്ട് ഇവിടെ മുറ്റത്തൊന്നും നിൽക്കില്ലെന്ന്. പിന്നെ രാവിലെ ഉച്ചക്കാണോ തൂക്കണ്ടേ? അത് ഞങ്ങൾ ആണുങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ഒന്ന് തൂത്ത് നോക്കണം. അങ്ങനെ വേണം പെണ്ണുങ്ങൾ ശരിക്കും. അതെ, ഈ ആമ്പളർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാവേ. എടി, ഇത്രയും പെണ്ണുങ്ങളുള്ള വീട്ടില് ഞങ്ങൾ ആണുങ്ങൾ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ കുറച്ചിന് നിങ്ങൾക്കല്ലേ? അയ്യോ, കുറച്ച് ഞങ്ങൾ സഹിച്ച്. എടാ, എനിക്കറിയാം ഇത്രയും വലിയ മുറ്റമാണ്, നിറച്ച് മരങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇല വീണട്ടെ ഇത് മുഴുവൻ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഉച്ചയാവും, മനുഷ്യന്റെ നടുവൊടിയും. അത് നീ ഒരു ചായ എടുത്തുണ്ടോന്നില്ലേ? ഇപ്പോ എന്തോ ചായ എടുത്തുണ്ടല്ലേ? ചായ അല്ലേ? അടുക്കളയല്ലേ ചേച്ചി ഇരിപ്പുണ്ട്, വേണേ പോയി എടുത്ത് കുടിക്കും. നിനക്കെന്തരേ പോയി എടുത്തോണ്ട് വന്നാല്? അത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കേശേ, ഇനിയും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഞാൻ തലവഴി വെള്ളം കുരുവിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട, സ്വഭാവം അറിയാലോ. ഓരോന്ന് കെട്ടി പോകുമ്പോ തന്നെ എല്ലാം കൂടെ എന്റെ തലയിലാണല്ലോ വരുന്നത്. കണ്ടാ, എന്റെ ചേച്ചിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. കണ്ടുപിടി ചായ. നീ കൂടുതൽ സ്നേഹത്തിന്റെ അളവൊന്നും പറയാൻ നിൽക്കണ്ട. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചിക്ക് പോയാണ്ടല്ല, പിന്നെ എന്റെ കൂടെ ഈ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്യേണ്ടത് നീയും ചേട്ടനുമാണ്. ഈ കാര്യം ഞാൻ ചേട്ടനോട് കൂടി പറയും, മര്യാദയ്ക്ക് കൂടെ നിന്ന് വേണം. എനിക്ക് മുറ്റടിക്കാൻ അറിഞ്ഞല്ലോ. മുറ്റടിക്കാൻ അറിയില്ല? ഇല്ല. ബാ, നിന്നെ ഞാൻ പഠിപ്പിച്ചേ. ചായ കേശു മോനെ, ഐശ്വര്യേട്ടാ ചൂലെടുത്തു എടുക്കടാ. വലുതായി കൊണ്ട് വാങ്ങുന്നേ തൂത്തോക്ക്. അങ്ങനെ കുഞ്ഞിനടിക്കടാ. കുഞ്ഞു നോക്ക്. ഇങ്ങനെ 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 അടിക്കേ. കൊള്ളാലോ, രണ്ട് പെമ്പിള്ളേരെ നോക്കി നിന്നിട്ടാണ് അവനെ കൊണ്ട് മുറ്റം തുപ്പിക്കുന്നത്. അവൻ പറഞ്ഞ അവന് മുറ്റടിക്കാൻ അറിയാൻ പാടില്ല, അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുവായിരുന്നു. അത് കൊള്ളാം. അമ്മൂമ്മ കണ്ടെ ചായ തുറങ്ങ ചായ കണ്ട അമ്മൂമ്മ ഇത്രയും തീർത്ത്. സാരമില്ല മോനെ, അത് കൂടി അമ്മമ്മ വേറെ എടുത്തോണ്ട് തരാം. മേടിച്ചു നോക്കട്ടെ അവിടെ. അത് കൊള്ളാം. ഇങ്ങോട്ട് അങ്ങോട്ട് തൂക്ക്, അങ്ങോട്ട് തൂക്ക്. മക്കളെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഓ സുഖം. വിശേഷം? അമ്മക്ക് എന്തൊരു വിശേഷം? നമ്മള് രാവിലെ തൊട്ട് ഇതെടുത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. എന്തൊരു വിശേഷം മോളെ? നിങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ടാണോ തന്നെ കുടിയനെ? ചായ ഉണ്ടോ? ആ ചായ അടുക്കളയിലെടുത്ത് വെച്ചു, ഞാൻ എടുത്ത് കൊടുക്കാം. ഞങ്ങളെ ചവിട്ടി വിഷമിച്ചല്ലോ, ഒരു ചായ എടുക്കട്ടെ. ആയിക്കോട്ടെ. അമ്മൂമ്മേ, അങ്ങളിലും കൂടെ ചായ എടുത്തോട്ടോ. എന്തൊരു സ്നേഹമുള്ള കൊച്ച്. ഇവിടെ കിട്ടുന്നതിന്റെ ഭാഗ്യം. ഇവിടെ ചെറുക്കൻ എവിടെ ജോലി? നേവിയിൽ അങ്ങളെ. നേവി എന്ന് പറഞ്ഞാൽ പട്ടാളം അല്ലേ? ബോട്ടൊക്കെ ഓടിക്കുന്ന. അതെ, കപ്പലിന്റെ. ഓ, അടിപൊളി. ഷിപ്പിൽ വർക്ക് ചെയ്യണത്. അടിപൊളി അടിപൊളി. ബാലുണ്ണ എണീറ്റില്ലേ അമ്മച്ചി? ഇല്ല, എഴുന്നേറ്റില്ല. കല്യാണമൊക്കെ അടുത്തോണ്ടേ രാത്രി അച്ഛന്റെ ഉറക്കമൊക്കെ പോയി, അതുകൊണ്ട് ഇപ്പൊ രാവിലെ താമസിച്ച് എണീക്കുന്നത്. മധുരം കൂടുതൽ ആണോ? എനിക്ക് ഇങ്ങനെ ഇഷ്ടം. ഇപ്പൊ ഞാൻ പോട്ടാ. അയ്യോ, പറഞ്ഞു 10 രൂപ നിന്നില്ല. പിന്നെ ബാലുണ്ണൻ വരുമ്പോഴേ ഞാൻ തിരക്കെന്ന് പറയണേ. ശരി ശരി പോട്ടാനെ. ഓ മതി മക്കളെ, ഇനി പാട്ടെ. ഉച്ച കഴിഞ്ഞ് തൂക്കാതെ തൂത്ത് വിട്ട് തീയിടാം. വാ കുടിച്ചില്ലേ? സാധനം വച്ചാ വച്ചടത്തിരിക്കൂല, എവിടെയെങ്കിലൊക്കെ ഇറങ്ങി ഓടും. ഇത് ചെയ്യാനെന്ന് പറ. അണ്ണാവോ, എന്തോന്ന് ഒറ്റയ്ക്കിരുന്ന് പുറകണേ? പെണ്ണിന്റെ കല്യാണമൊക്കെ ആയപ്പം വട്ടായ? ഇങ്ങനെ പോയാ വട്ടാവും. എല്ലായിടത്തൊക്കെ പിരിച്ചിറങ്ങി എടുക്കണം. അതൊക്കെ എടുക്കാം. എന്റെ സ്ക്രൂ ഡ്രൈവർ കണ്ടില്ല? സ്ക്രൂ ഡ്രൈവറാ? എടുത്താ? ഇല്ല. ചെയ്യോണ്ടന്നെ എടുത്താ? അയ്യ, അത് ഞാൻ അതല്ലേ എടുക്കണേ. സോൾഡറിങ് ആണ്. ഇവിടെ വച്ചത് അണ്ണായി. അണ്ണാ, ഇങ്ങോട്ട് പറഞ്ഞ എവിടെ എത്തി? ആരുണ്ട് കൂടെ? ആരുണ്ട്? രാജേന്ദ്രൻ ഇങ്ങോട്ട് പറഞ്ഞെന്ന്. ഓ, സ്ഥിര സ്വഭാവമില്ലേ? ആരെക്കൊണ്ടെന്ന് പറഞ്ഞു? ആർക്കണോ ചോദിച്ച് ഒറ്റ ആട്ട്. ചിങ്ങനക്ക് എന്ത് മനുഷ്യ പറ്റില്ലേ ചോദിക്കുമ്പോ? ഏയ്, വേറൊരു കാര്യം പറഞ്ഞല്ലേ, കല്യാണമൊക്കെ വരാല്ലേ? എന്നാ വരട്ട്, 1-2 ദിവസം ഇവിടെ നിൽക്കിട്ട് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുമല്ലോ. നിൽക്കിട്ട് സന്തോഷമുള്ള കാര്യം തന്നെ. രാവിലെ കാക്ക ഇരുന്ന് വിളിച്ച്
അപ്പം ഞാൻ വിചാരിച്ചു വിരുന്നുകാരോ പറഞ്ഞ വിചാരിച്ച് ഈ പേടിപ്പെടുത്താൻ വേണ്ടി ഈ സാധനം പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പറയാതെ എന്തോന്ന് ഈ മീശയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് അണ്ണൻ്റെ മുമ്പ് നിൽക്കാൻ പോണത്. അണ്ണൻ്റെ മുമ്പേ നിൽക്കാൻ പോണത് ഈ ചോദിച്ച കുഴപ്പം തോന്നുന്നു. അണ്ണൻ എത്ര മക്കള്? എന്നാൽ 2 മക്കള്. എനിക്ക് എനക്ക് 5 മക്കള് തന്നെ. അപ്പൊ അണ്ണൻ്റെ മുമ്പ് എനിക്ക് മീശ വിരിക്കാം. ഓ മക്കളെ കണക്കനുസരിച്ച് മീശ പിരിക്കുന്നു. വിരിക്കാം. പക്ഷെ നിനക്ക് വിരിക്കാറായില്ല. ഞാൻ പിരിക്കുന്നില്ല. നിനക്ക് വിരിക്കാറാൻ പറയാം കേട്ടാ. അണ്ണൻ വരട്ടെ. അണ്ണൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഒരു കാര്യം പറഞ്ഞു, ചിറക്കം വിളിച്ചിരുന്നു കടയിൽ നിന്ന്. ആര്? ചിറക്കം കടയിൽ നിന്ന് വിളിച്ചിരുന്നു. സാധനം വന്നിട്ടുണ്ട്, കോട്ടാറിൽ നിന്ന് സാധനം വന്നിട്ടുണ്ട്, അത് എടുക്കാൻ പോകണം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ പോയിട്ട് നാളെ മറ്റന്നാളെ വരാം. നീ ഇവിടെ നീ പോണ്ട. ഇല്ല അണ്ണൻ വന്നു കഴിഞ്ഞാൽ നിന്നെ കണ്ടില്ലെങ്കിലേ നീ ഇപ്പൊ ഒറ്റയ്ക്ക് വിട്ടത് കൊണ്ട് അണ്ണനെ വഴക്ക് പറയും. അണ്ണ അതുകൊണ്ട് കൂടെ നീ പറയാതെ വേണ്ട. അണ്ണൻ വരട്ടെ. അണ്ണൻ നിനക്ക് കടയിൽ പോണതിനാണ്. അല്ലെ സ്റ്റോക്ക് അണ്ണൻ കൊണ്ട് വരും. നിനക്കുള്ള സ്റ്റോക്ക് കൊണ്ട് അണ്ണൻ വരും. കിട്ടുന്നതിന്റെ പകുതി തരാം. അല്ല അത് വേണ്ട, പേടി അണ്ണൻ വരുമ്പോ. അല്ല ഞാനവിടെ സ്ഥിരം വാങ്ങുന്നതാണല്ലോ. നീ അണ്ണൻ വാങ്ങിച്ചോ. നിനക്ക് പേടിയാണ് അണ്ണനെ. എന്തിനാ പേടിക്കണം? അച്ഛനെ പേടിക്കണം. അണ്ണനെ പേടിക്കുന്ന കാര്യമുണ്ടോ? അത് ശരിയാണ്. നമ്മൾ അണ്ണനാണ് പേടിക്കണതിന്. കണ്ടാ മതി, ഇതൊക്കെ കാണണം വരുമ്പോഴും. അണ്ണായി ഹലോ. ഞാൻ പറയാം എല്ലാവരും ഉണ്ട്. ശരി കഴിക്കാനൊക്കെ എന്തുണ്ട്? ഇല്ല ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ഉപ്പ് കറക്റ്റാ. എടി വെട്ടുപോത്ത് വരണ്. എന്നാ പിന്നെ വേദം അത് പോയി. ഒരു കാര്യമില്ല. എടി രാജേന്ദ്രൻ പറഞ്ഞത്. പിന്നെ അല്ലാതെ എന്നിട്ട് അവൻ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലല്ലേ. കഴിക്കാൻ കഴിക്കാൻ ഉച്ചക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ നന്നായിട്ട് വേവണം. എല്ല് വരെ വേവണം. ഒരിക്കൽ അമ്മ ഓർമ്മയുണ്ടല്ലേ? ശരിയാ മോളെ. പണ്ട് അമ്മ ചിക്കൻ കറി വെച്ചപ്പോ വെന്തിലെന്ന് പറഞ്ഞിട്ട് 5 ദിവസം നാട് വിട്ടു പോയത്. അങ്ങനത്തെ മനുഷ്യനാണ്. അതിന് ബാലിന് എത്ര ടെൻഷൻ? എന്തിനാ ടെൻഷൻ ആക്കിയിരിക്ക? എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. അങ്ങനെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ടെൻഷൻ. നന്നാവണില്ല. അത് പണ്ടേ അങ്ങനെ മക്കളെ. അവന്റെ നിഴല് കണ്ട ഈ ചേട്ടനും അനിയനും പുലി പൂച്ചയെ പോലെ ആവും. വെറുതെ അങ്ങോട്ട് പുലി പോലെ പോയിട്ട് ഇങ്ങോട്ട് എലി പോലെ വന്നത്. ബാലുണ്ണനെ പോലെയല്ല, ചേട്ടന് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. ഏത് ചേട്ടന്? സുരേന്ദ്രൻ ചേട്ടനാ. നമുക്ക് അക്ക അറിയുന്ന കഥയത്. ബാലുനെ ഇത്രയെങ്കിലും പറയും. സുരേന്ദ്രൻ എങ്ങനെ അമ്മക്ക് അറിയാലോ. പിന്നെ വാ തുറക്കില്ല. അണ്ണനാമ കാണട്ടെ, നേരിട്ട് കാണട്ടെ. ഇവിടെ മുക്കളിട്ടാ നേരത്തെ ഇങ്ങനെ പോകും. എന്റെ അഞ്ചി എന്തിനാ ഇങ്ങനെ പൊങ്ങച്ചൻ പറയണ ഭർത്താവിനെ കുറിച്ച്? അവൻ ചുമ്മാ മേടിക്കുന്നല്ല മോളെ. അവന് ഇവരെ പോലല്ല. ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠയും അടുക്കും ചിട്ട എല്ലാം ഉണ്ട്, വൃത്തിയും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും അനിയന്മാരെന്ന് പറഞ്ഞു അവന് ജീവനാ. ചില നേരത്തെ അവന്റെ പ്രവൃത്തി കാണുമ്പോ എനിക്ക് പോലും പേടി. ശരിക്കും അച്ഛന്റെ അടുക്കും ചിട്ടയും വൃത്തിയൊക്കെ കിട്ടിയിരിക്കുന്നത് രാജേന്ദ്രന് മാത്രം അല്ല അമ്മ? പക്ഷേ മനുഷ്യ പറ്റില്ല. അതിന്റെ ഗുണം അന്നെ ജീവിതത്തിലും കാണാനുണ്ട്. മനുഷ്യ പറ്റില്ലാത്തതിന്റെ അവന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവനെ അച്ഛനെ പോലെ തന്നെയാ. മൂക്കത്താശുണ്ടി. കിണ്ടി കിണ്ടി അങ്ങനെ കഴിയുമ്പോ കാലയുടെ കിണ്ടി പറഞ്ഞോലൊക്കെ അങ്ങനെയൊക്കെ നിർബന്ധമാണ് കേട്ടോ. അഞ്ചു അറിയാലോ, എവിടെ പോയാലും കിണ്ടി വേണം. കിണ്ടി വേണം. കിണ്ടി എവിടെ ഇരിക്കുന്നുണ്ടല്ലോ മക്കളെ. അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാല് കഴിയിട്ട് വെച്ച കിണ്ടി ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ വന്നാലേ എടുക്കാൻ പറ്റൂ. ഇവിടെ കാണും നോക്ക്. അങ്ങനെ ഒരു അംബാസഡറും കിണ്ടി. അതിന്റെ മുകളിൽ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഇവിടെ പോയാലും ഒരു കിണ്ടി കൂടെ കെട്ടി. ബാലു അതിന്റെ മുകളിലുണ്ടെന്ന് നോക്കി. എനിക്ക് കാരണം കല്യാണം കല്യാണപ്പെട്ട ചെറുക്കാൻ കിണ്ടി തപ്പി തറ വീണ് കാലൊടിച്ചെന്ന് പറയും. ഞാന് അവിടെ ഒന്നും ഇല്ലല്ലോ ചേച്ചി. നീ കയറണ്ട. എനിക്ക് പേടിയാ പിന്നെ കേട്ട. ഞാൻ കേറട്ടെ. എവിടെ ഇരിക്കുന്നു? കിട്ടിയില്ലോ. ഒരു കാര്യം ചെയ്യൂ, ഇത് അവിടെ അവിടെ കടയിൽ കൊടുത്തിട്ടേ രാജേന്ദ്രൻ എഴുതി വെക്കും ഈ കിണ്ടിയില്. അങ്ങനെ പേര് കൊത്തിവേ. അല്ല എന്ത് പറയാ, അങ്ങനെ ഒരുപാട് ഇവിടെ ഉപയോഗിക്കുള്ളൂ. അവൻ വന്ന് ഇപ്പൊ കാര്യം കഴിഞ്ഞ് അവൻ പോവും. വരുമോ ഇപ്പൊ ഇനി എത്തും. അംബാസഡർ കാർ എടുത്ത് കൊടുക്കാൻ പറ. കുറച്ച് പൈസ കൂട്ടി ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പറ. അവന്റെ മുമ്പിൽ നീ ഇതൊന്നും പറയത്തില്ലല്ലോ. അല്ല എവിടെ എത്തിന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കില്ല. ഞാനൊക്കെ പറഞ്ഞു പറഞ്ഞു. എന്ത് ബാലു എത്താറായി?
അല്ല ഡോർ തുറന്നറിയാൻ വേണ്ടി വന്നതാണ്. അത് എന്റെ കയ്യിൽ കുരുവാ, എനിക്ക് തുറക്കാൻ പറ്റൂലേ? കുഴപ്പമൊന്നുമില്ല. ആ അല്ല അണ്ണാ എന്ത് ഇത്രയും ലേറ്റായത്? ലേറ്റായി വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ഇവിടെ വരെ എത്തണ്ടേ? ശരിയാണ്. വെള്ളിച്ചോ ആ മക്കളെ എന്തായി അച്ഛാ? അത് വെള്ളിച്ച വന്ന് അച്ഛോ വെള്ളിച്ചം വന്ന് യാത്രയൊക്കെ സുഖമായിരുന്നാ? സുഖമായിരുന്നു മക്കളെ. അയ്യോ ഇപ്പൊ എത്തി. ഇതൊന്നും ഇവിടെ വേണ്ട. പലപ്പോഴും പല സ്വഭാവം. നീ വന്നാണ് എന്താ ഇത്? നീ ഒന്നില്ലേ മീശ താഴോട്ട് വല്ല മുകളിലോട്ട് പോയി. നീ അകത്ത് വലിയ ജോലിയിലായിരുന്നു തോന്നുന്നു. എന്നാ ഒന്നും പറയണ്ട, ഇവരൊന്നും പറയാൻ പോലെ ഒന്നുമല്ല. ഇത്രയും നേരം അവിടെ അടുക്കള പണിയായിരുന്നു. പിന്നെ അത് പിന്നെ 3-4 റേഡിയോ നന്നായി കൊടുക്കാണ്ട്, 2-3 ഫ്രിഡ്ജ് നന്നായി കൊടുക്കാണ്ട്, മൊത്തം നന്നായി കൊടുക്കാണ്ട്. വിടില്ലേ? അവൾ ഒരു പണി ചെയ്യില്ലല്ലോ, അവിടെ ഉണ്ട്, അതുണ്ട്. അവനെ പോലെ ഒന്നുമല്ല. നമ്മൾ പലജന കിടക്കാത്ത കയറി കുത്തിയിരുന്നാൽ മതി. പൊതിച്ചു കൊടുക്കാൻ മറ്റേ വേറെ തോന്മാരുണ്ട്. കല്യാണം ഇവിടാണ്. ഇവിടെ വന്നാൽ എന്തെങ്കിലും പണി ചെയ്യോ? ഇല്ല, ഇവിടെ കയറി കുത്തിയിരിക്കും. എന്താ അണ്ണൻ അറിയാലോ, പണ്ട് പോലെ മാട് പോലെ പണിയാ ഞാനും. അതിന്റെ ഇതൊക്കെ കൊണ്ടുപോകാൻ വേറെ കുഞ്ഞമ്മ കാരണം ഉറങ്ങുന്നു. കുഞ്ഞമ്മ വന്നാ? ആ അണ്ണൻ്റെ അടുത്ത് ആരെയും ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ അണ്ണൻ ദേഷ്യപ്പെട്ട് ഉണ്ടാകുന്നത് ഫോൺ കട്ട് ചെയ്തു. ഇതാണ് അണ്ണൻ്റെ കുഴപ്പം. കുഞ്ഞമ്മ കുഞ്ഞമ്മ വിളിക്കുന്നത് ആ ഒരു കാര്യം ചെയ്യും. കുഞ്ഞമ്മ പറയിക്കോ, ഞാൻ പതുക്കെ വിളിക്കാം. കളിയാക്കണടാ രാജേന്ദ്രൻ വീടെത്തിയാടാ? രാജേന്ദ്രനാണ് തോന്നിക്കുന്നത്. വീടെത്തിയാ കുറച്ച് ഇത് രാജേന്ദ്രൻ തന്നെ. അതിനിടയ്ക്ക് എന്നെ വിളിക്കാതെ ഇറങ്ങിപ്പോയാ? ഇറങ്ങിയാണി എന്ന് എന്നാലും കൂടാ വേറെ ഒന്നുമില്ല. ഒരുപാട് പഠനമായിട്ട് എപ്പോഴും വരും. അവിടുന്ന് വണ്ടിയെ കേറിയപ്പോത്തോട്ട് ഉറങ്ങുന്ന ഒച്ചഴയും പോലെ വണ്ടി ഓടിച്ച പിന്നെ എങ്ങനെ ഉറങ്ങാതിരിക്കും? അത് ശരി. അപ്പൊ കുഞ്ഞമ്മയല്ലേ പറഞ്ഞു ഇവിടെ വന്നിട്ട് തിരക്കൊന്നുമില്ല, പതിയെ വന്നാൽ മതി എന്ന് പറഞ്ഞോട് പതുക്കെ എങ്ങനെ വണ്ടി ഓടിക്കണത്? എടാ ബാലു, ഇവന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ കുറെ സൈക്കിളുകൾ പാഞ്ഞു പോയി. കണ്ടിട്ട് അമ്മയാണ് കൊതി വണ്ടി ഓട്ടിക്കണവൻ. മക്കളെ കുഞ്ഞമ്മയ്ക്ക് ഉറക്കപ്പിച്ച വിളിച്ചോണ്ട് കിടത്തി ഉറക്കി. കുഞ്ഞമ്മയ്ക്ക് ഉറക്കപ്പിച്ച്. എടാ നീലു എവിടെ? നീലു അകത്തുണ്ട്. കുഞ്ഞമ്മേരെ ഒരു കുറവ് കൂടെ ഉള്ളൂ. നുണയും കൊതിയും പറയാൻ. എന്തോന്ന്? കുഞ്ഞമ്മേരെ ഒരു കുറവ് കൂടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അകത്തിരുന്ന്. അത് പറ. കുഞ്ഞമ്മ അങ്ങനെയല്ല പറഞ്ഞത്. കുഞ്ഞമ്മേരെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, നുണയും കൊതിയും പറയണമെന്നാണ്. എന്റെ പിള്ള അങ്ങനെയൊന്നും പറയില്ല, ഞാൻ വളർത്തിയതാണ് കേട്ടോ. അവ അങ്ങനെയൊന്നും പറയില്ല, നീ പറയുമായിരിക്കും. അവ അങ്ങനെയൊന്നും പറയില്ല. അല്ലെങ്കിൽ കുഞ്ഞമ്മ അങ്ങനെയാണല്ലോ, എപ്പോഴും അവന്റെ സൈഡാണല്ലോ. അതതിനെ കിടക്കിയത് പോലെ തന്നെ മൊത്തം തേങ്ങ പൊണ്ണാക്കാൻ തന്നെ. അത് തൊത്തുമൊത്തം എനിക്ക് അറിയാം. കാര്യം ഇതാണ് കേട്ടോ കൂടി. നല്ല ടൗല്. അതെന്താ ഇതാ ഇത് ഇവിടെ തറ ഉടക്കുന്ന ടൗലാണ്. എടുത്ത ഇവിടെ ഒരൊറ്റ സ്വഭാവമാണത്. നല്ല ടൗലൊക്കെ അരമാല അടിക്കടിക്ക് വെച്ചേക്കും. എന്നിട്ട് കൂടുതൽ ടൗൽ എടുത്ത് തുടങ്ങാൻ കൊടുക്കും. ഹായ് അണ്ണാ, ഇത് പഴയതൊന്നും അല്ല. നമ്മളെപ്പോഴും കഴിയിട്ട് യൂസ് ചെയ്യില്ലേ, ആ ടവലാ ഇത്. പുതിയത് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കല്യാണം വരുമ്പോ എടുത്താ പോരെ. ഇപ്പോഴും എടുത്ത കല്യാണം വരാൻ പോകുമ്പോഴേ കല്യാണം എത്തിയില്ലേ? കല്യാണക്കുറി ഒന്നും അടിച്ചില്ലേ ഇതുവരെ? അത് ചെറുക്കന്റെ വീട്ടുകാർ വന്ന് കല്യാണം ഉറപ്പിക്കാതെ എങ്ങനെ കല്യാണം കൂടെ കഴിക്കുന്നത്? അവരെന്ത് ഉറപ്പിക്കാൻ പറയുന്നത് താമസിക്കുന്നത്? അണ്ണാ അത് അവർക്ക് അമേരിക്കയിലെ ജപ്പാനിലെ ഇംഗ്ലണ്ടിലെ കുറെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ വന്നിട്ട് കല്യാണം ഉറപ്പിക്കുന്നതാണ് അവർ പറയണത്. എടാ ഈ വിദേശത്തുള്ള ആൾക്കാരൊക്കെ വന്ന് കല്യാണം നിശ്ചയം നടത്താൻ നോക്കിയാൽ നീണ്ടു നീണ്ടു പോകത്തേ ഉള്ളൂ. അതെ, അവരോട് ഇവിടെയുള്ള ആരെങ്കിലും വെച്ച് നടത്താൻ പറ. പറയാം മക്കളെ, വല്യജനെ കണ്ട വല്ലപ്പോഴേക്കാ വരികയുള്ളൂ. ശരി ചേട്ടാ ചേട്ടാ. ആ നവാസ് ബാലുവിന്റെ കൂട്ടുകാരൻ നവാസ്. എന്റെ കൂട്ടുകാരൻ നവാസ്. എനിക്ക് ഈ വർക്കൊക്കെ കൂടുതലുള്ളപ്പോഴേ നവാസാണ് ഏറ്റെടുത്ത് ചെയ്യണേ. നല്ല വർക്കറാണ്. നിന്നെ പോലെയല്ല. അല്ല നിനക്ക് ഇത്രമാത്രം പണിയൊക്കെ ഉണ്ട്? ഒരുപാട് പണിയുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. അല്ലേ നവാസ്? എന്ത് വന്ന നല്ല പണിയാണ് ഇത്. ഒരു പണിയേറ്റിട്ട് ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട്, ഒരു പണിയേറ്റിട്ട് ചേട്ടൻ വരാന്ന് പറഞ്ഞ എത്ര നേരം കാത്തിരിക്കണം? ഏത് പണി? നമ്മൾ പെട്രോൾ പമ്പിലെ ജനറേറ്റർ നമ്മളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടനെ പോരും ചോദിച്ചോളൂ. എന്താടാ ഇത് ഉത്തരവാദിത്തോടെ പണി എടുത്താൽ ചെയ്തുകൂടെ? ആണ് അങ്ങനല്ല. ഈ ലച്ചുവിന്റെ കല്യാണമൊക്കെ ആയപ്പോഴേ ഒരുപാട് പണിയുണ്ട്. എല്ലായിടത്തും ഓടാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴും ഈ സാധാരണ വർക്ക് ലോഡ് കൂടുമ്പോൾ ഞാൻ വേറൊരാൾക്ക് മറിച്ചു കൊടുക്കും. അപ്പൊ മറിച്ചു കൊടുക്കുന്ന ഇടയിൽ ഈ പണിയെ പറ്റി ഞാൻ മറന്നുപോയി. നവാസ്, നീ വേറെ ആളെ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു പറയാം. നവാസ്, നീ വേറെ ആളെ ഈ സമയത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും?
ചേട്ടൻ വരാന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഞാനപ്പോ ആർപ്പോ അന്വേഷിക്കും. ഈ സമയത്ത് നീ വേറെ ആളെ അന്വേഷിക്കാനൊന്നും പോകണ്ട. നീ പോയി ചെയ്ത് കൊടുക്കാം. അതെ, നീ ചെല്ലടാ. ഞാൻ കല്യാണ പെണ്ണിന്റെ അച്ഛനാണ്, എനിക്ക് ഒരുപാട് പണി. ഇത് കല്യാണ പെണ്ണിന്റെ അച്ഛന് ജോലി ചെയ്തുകൂടെ? ചെല്ലടാ നീ. എന്തിനാ നിന്ന് കറങ്ങുന്ന? പോയി ചെയ്യേ. പോണ വാടാ. അണ്ണന്റെ അടുത്ത് പെട്ടെന്ന് പോയല്ലേ? സാധാരണ അങ്ങനെ പോവാറില്ല. കല്ലിച്ച് ബാലോടെ വന്നാണ് മതിയെങ്കിൽ വാ. നീ പുകവലിക്ക് വന്നു ഇല്ല. ചുണ്ടെന്താ വാർത്തിരിക്കുന്നത്? അത് വെയിലത്ത് പണിയെടുക്കണല്ലാണ്, അപ്പം ചുണ്ട് കറക്കും. ഓ, വെയിലത്ത് പണിയെടുക്കുമ്പോ ചുണ്ട് കറക്കും. അല്ല, മൊത്തം കറക്കുമ്പോഴേ ചുണ്ടും കറക്കും. ശരീരത്തിന്റെ ഒരു ഭാഗമാണല്ലോ ചുണ്ടും. ആണോ? ഇപ്പൊ എന്റെ പുതിയ അറിവാ. അതുകൊണ്ട് നീ കള്ളു കുടിക്കും? ഇല്ല. നീ കുടിക്കോ ഇല്ലേ? ഇത്രടാ നീ കാണിക്കണേ. നീ ഒന്നിലും ഇങ്ങനെ കാണിക്കല്ല, ഇങ്ങനെ കാണിക്കും. അച്ഛാ, മറ്റേ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കല്യാണം വിളിക്കാൻ പോണ്ടേ? കല്യാണം വിളിക്കാൻ വേണ്ടി വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എടാ, എന്റെ അണ്ണന്റെ കാർ ഇവിടെ ഇരിക്കല്ലേ, അംബാസഡർ കാർ. പിന്നെ നിന്റെ കാർ നോക്കിയത് അണ്ണാ? എന്റെ കാറില്ല, ഞാൻ നേരിക്കരക്ക് പോലെ. പിന്നെ എന്റെ കാർ കൊണ്ടു പോക്ക് പിള്ളക്ക് കാർ കൊടു, കൊച്ചിന്റെ കല്യാണം വിളിക്കട്ടെ. നിങ്ങൾ എന്തൊരു കുഞ്ഞുമായി പറയണത്? എന്റെ കാർ ഞാനും കൊടുക്കുള്ളൂ. കാറുണ്ട് കാർ തന്നില്ലെങ്കിൽ വേണ്ട, കാർ അതിന് വേണ്ട. അണ്ണാ, എന്നെ കയറ്റി 2 റൗണ്ട് അടിക്കണം. എന്നെ കയറ്റി പഴയ 2 റൗണ്ട് അടി. പണ്ട് ഇതുപോലെ എന്നെ 2 റൗണ്ട് അടിക്കുമായിരുന്നല്ലേ. നീ ആദ്യം കാർ ഓട്ടിക്കാൻ പഠിച്ചിട്ടോ? നീലു ഓട്ടിക്കാൻ പഠിക്കാൻ? ഓടിക്കാൻ അറിയണ്ട. അന്ന് നമ്മള് നെയ്യാറ്റിങ്ങനെ വന്നില്ലേ, ഇന്നോവ കാറിനാണ് ബാലു ഇവിടെ നിന്ന് അവിടം വരെ ഓടിച്ചത്. അത് പുതിയ കാറ്, ഇത് പഴയ അംബാസഡർ കാറ്. പണ്ട് ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ചോദിക്കും, പറയണ ഇത് പുതിയ കാറ്. ഇപ്പൊ ചോദിക്കും പഴയ കാറ്. ചോദിച്ചു എനിക്ക് വയസ്സ് 50 ആയി. ഇപ്പോഴും കാറ് കറങ്ങില്ല. എന്തിനാ? ബാലുടെ നീ എന്തിനാ നെയ്യാറ്റിങ്ങനെ ഒന്ന് വസ്തു വളർന്ന്? ഏത് വസ്തു വളർന്ന്? എന്റെ പൊന്നെണ്ണ കുറ്റി മാറ്റി അടിച്ചേക്കണ്. എന്റെ വസ്തുവിൽ ഒരു പ്ലാവില്ലേ, വലിയ പ്ലാവില്ലേ, അതിന്റെ ഇപ്പുറത്താണ് കുറ്റി ആദ്യം അടിച്ചിരുന്നത്. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പോയി നമ്മളവിടെ ഇപ്പൊ നീല് പറഞ്ഞു നമ്മളവിടെ കാറി വന്നു പറഞ്ഞില്ലേ, അവന് കുറ്റി ഇപ്പുറത്ത് മാറ്റി അടിച്ചേക്കണ്. എനിക്കറിയാം ഇവിടെ ആരാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ വസ്തു വളർന്ന ടാപ്പ് ഇല്ലേ, എന്റെ അലമാരയുടെ മുകളിലാണ് വെച്ചിരുന്നത്. നമ്മള് പാതമറ തലമാര ഇപ്പുറത്തുണ്ടല്ലേ, അലമാരയുടെ മുകളിൽ വെച്ചിരുന്നു. അത് എങ്ങനെയോ അവന്റെ കട്ടിലിടെ വന്നു. അത് ഞാൻ തന്നെ മാറ്റി വെച്ചത്. വരുമ്പോ കളക്കണമെന്ന് വെച്ചാ അത് ശരിയാണ്. അണ്ണാ ശരിയല്ലേ? പറയണേ. എനിക്ക് ടാപ്പ് വെച്ചില്ലേ അണ്ണാ? നമ്മളെ പണ്ടേ ഞാനും അണ്ണനും ഇവനും കൂടെ കിഷൻകോല് പോകാൻ നേരത്ത്, അന്നൊരു 6-7 വയസ്സുണ്ട്. അപ്പൊ അണ്ണ സാറ് ഇവനെ മടിയിരുത്തിയില്ല വണ്ടി ഓട്ടിക്കണത്. അപ്പൊ കിഷൻകോല് പോകാൻ നേരത്ത് റേഡിയേറ്റർ വെള്ളം ഒഴിക്കാൻ വേണ്ടി അണ്ണൻ പുറത്തോട്ട് ഇറങ്ങി. ആ സമയം അണ്ണ ഇവനെ പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. അപ്പനാണ് വാപ്പയിട്ടത്. അപ്പിട്ടിട്ട് അവസാനം കഴുകിട്ട് എത്ര കഴുകിട്ട് നാറ്റം പോയില്ല. അവസാനം പുതിയ ലെതർ സീറ്റ് അല്ല, ലെതർ സീറ്റ് അല്ലേ, മാറ്റി എണ്ണ അടിച്ച്. എനിക്ക് ഇപ്പോഴും ആ നാറ്റം പോയിട്ടില്ല. എന്റെ ലെതർ സീറ്റും പോയതാ. കൂടുതൽ പറയണ്ട. നീ അപ്പിട്ടിട്ടില്ല, നീ അവനെ മാത്രം പറയും. ഇത് കഷ്ടമുള്ളത് പറയണ ആൾക്കാർക്ക് നാണോ ഇല്ല, കേക്കണ നമുക്കെങ്കിലും നാണം വേണമല്ലോ. പിന്നെ അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ എന്തായാലും എല്ലാരും ഉണ്ട്, കൊച്ചിന്റെ കല്യാണം ഉറപ്പിക്കണ്ടേ? അത് ശരിയാണല്ലോ. ഞാൻ നെയ്യാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിട്ട് വീണ്ടും പറയേണ്ടി വരും. പെട്രോൾ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞൂടെ? പെട്രോൾ പിന്നെയും പെട്രോൾ ആവും തിരിച്ചു വരുമ്പോ. പെട്രോൾ ചുമ്മാ കിട്ടും. നീ ഇന്ന് മൂട്ടി കൊടുക്കാൻ നീ പോടാ കഷ്ടത്തില്ലേ. കുറെ നേരം ചെറുക്കന്റെ വീട്ടുകാരെ വിളിച്ച് പറ ഇങ്ങോട്ട് വന്ന് ഉറപ്പിക്കാം. ഞാൻ പോവാ. അല്ലെങ്കിൽ ഞാൻ താക്കോലാണ് എന്തായാലും പോയിട്ട് അണ്ണ വേണ്ടി താക്കോല. നീ താക്കോലൊന്നും വേണ്ട, നീ ബസ്സിൽ കയറി പോയാൽ വേണം. പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും മാറിയിട്ടില്ല. അന്നും ചോദിച്ചാൽ വണ്ടി വരില്ല, ഇന്നും ചോദിച്ചാലും വണ്ടി വരും. എന്തരമ്മായത് അണ്ണാ? ഇപ്പൊ നല്ലോണം ഓടിക്കാറിയാ? വേണ്ട അവൻ ബസ്സിൽ പോയാൽ മതി. ഓട്ടിക്കാരനുണ്ടോ? ഓട്ടിക്കാരനാ നിന്റെ അച്ഛനെ വിളിക്കാനും എല്ലാവരും പറ്റുമോ? നീ പോയിട്ട് പോടാ. പിന്നെ അവൻ കറങ്ങി
അമ്മ വേണ്ട, അത് അവൻ പോയിട്ട് വരും, അവൻ ബസ്സിൽ പോയിട്ട് അണ്ണാ ഫസ്റ്റ് കൊടുക്കടാ. അണ്ണാ ഫസ്റ്റ് സെക്കൻഡ് ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ നിനക്ക് അറിയാം. ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞത്, നീ ബസ്സിൽ പോയാൽ മതി. എന്റെ വണ്ടി ഞാൻ ഇറങ്ങി കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ? വെളിയിറങ്ങിയ ബസ് ഉണ്ടെന്ന് സുരേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് രൂപ വണ്ടി വാങ്ങിച്ചിട്ടതിന് എന്തിനാ? അണ്ണാ തരാ നീ വാ. അണ്ണാ ഒരിക്കൽ കൂടെ ചോദിക്കണം, വണ്ടി വരുമല്ലേ? വണ്ടി തരില്ല, നീ പോട്ടോ. നാണക്കേടാണ്. പെണ്ണിന്റെ അച്ഛൻ കേട് ബസ്സിലൊക്കെ ചെന്ന് ഇറങ്ങി കല്യാണം വിളിക്കുന്ന നാണക്കേടാണ്. ഉള്ള കാര്യം ഞാൻ പറയാം. ആ ഞാൻ ആ നാണക്കേടങ്ങ് സഹിച്ചു. ഒരു കാര്യം ഞാൻ ഇവിടെ കൊണ്ടോ. അല്ലെങ്കിൽ വേണ്ട, പഴയ അമ്പത്തറിന് പോയി കഴിഞ്ഞാൽ അവർ ആക്ഷേപിക്കുന്നു. ഞാൻ ഇവിടെ കൂട്ടുകാരുടെ ഇന്നോവ കാറിലോ എടുത്തോണ്ട് പോകും. അണ്ണാ കൊടുക്കണ നല്ലോണം ഓടിക്കണ. നീ ഒറ്റയ്ക്ക് പോണേ, അവിടെ വരാം. നമുക്ക് രണ്ടുപേരും ബസ്സിൽ പോവാന്ന്. കാറോടെ കിടക്കണം. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട ബ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.